പട്ടയമില്ലാത്ത ഭൂമിയല്ല ഇതെല്ലാം ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇത് അമ്പലമുണ്ട്, അപ്പുറേ പോയാൽ ഇത് ഇവിടെ പള്ളിയുണ്ട്, അപ്പുറത്ത് പോയാൽ പള്ളിയുണ്ട്, കുരിശുകളുണ്ട്. ഇതൊക്കെ ആരുടെയും ഒന്നെങ്കിൽ ആരുടെയും ബക്കറിയുടെ സ്ഥലത്തായിരിക്കും വെച്ചിരിക്കുന്നത്, വിശ്വാസികളുടെ. പട്ടയമൊന്നുള്ള സ്ഥലമാണെങ്കിൽ വിശ്വാസികളുടെ ആണേ വെക്കാം, പട്ടയ സ്ഥലത്ത് വെക്കാം. അതേ അവർക്ക് പട്ടയം കൊടുക്കുകയല്ലേ ഈ മതസ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നില്ല. അതെല്ലാം നാളെ പൊളിക്കാനങ്ങ് തുടങ്ങിയാൽ, പട്ടയമില്ല എന്നൊക്കെ പറഞ്ഞ് പൊളിക്കാൻ തുടങ്ങിയാൽ രാജ്യത്തെ സ്ഥിതി എന്താകും എന്നത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കാണാവുന്നതാണ്. മുഖ്യമന്ത്രി നോക്കുമ്പോൾ, മുഖ്യമന്ത്രി ഇവിടെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്, LDF ഗവൺമെൻറ്റാണ്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അദ്ദേഹം. LDFൻ്റെ ഗവൺമെൻറ്റാണ്. അങ്ങനെ ഒരു ഗവൺമെൻറ് നിൽക്കുന്നിടത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ലോകത്തറിഞ്ഞാൽ ഇത് വരികയാണല്ലോ. ഈ എന്തോന്ന് ഹിറ്റാച്ചിയാൽ പൊക്കുകയല്ലേ കുരിശ്. അതാണ് യഥാർത്ഥത്തിൽ അയോധ്യയിൽ നടന്ന സംഭവം പോലെ ആയിരിക്കും പിന്നെ ചിത്രീകരിക്കുക. അതിൻ്റെ പ്രത്യാഘാതം ഇതായ പോവുക, ചെവി അടച്ച്. ഇതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത് പ്രതികരിക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ്, അതാണ് ശരി. ഞാൻ പറയാം, അവിടെ നേരത്തെ സബ് കളക്ടർ അവിടെ ക്ലബ്ബ് മകേന്ദ്ര ഹോട്ടലിലിരുന്നുകൊണ്ട് തഹസിൽദാരെയൊക്കെ വിട്ട് ഒഴിപ്പിക്കാൻ തുടങ്ങി, ഇത് പൊളിക്കാൻ തുടങ്ങി. അന്ന് നാട്ടുകാരിടപെട്ട് തടഞ്ഞു. ഈ കുരിശിനെ സംബന്ധിച്ച് വാർത്ത കൊണ്ടുവന്നത് ജന്മഭൂമി പത്രം. അത് സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചതും പരാതിപ്പെട്ടതും പ്രസംഗിച്ചതുമെല്ലാം RSSകാരും BJPക്കാരുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം പൊളിക്കാൻ തുടങ്ങിയതും ഇതിന് ശേഷമാണ്. ഈ പ്രതികരണം എല്ലാം വന്നു കഴിഞ്ഞാൽ രണ്ടാമതിപ്പോൾ പൊളിച്ചതിൻ്റെ പിന്നിലും അവരുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ന്യായമുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ കരുതുന്നു. അതവിടെ കൂടിയ കോൺഫറൻസിലും ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ അതൊന്നുമല്ല, ഈ മാവേ കിടക്കുന്ന മാങ്ങയല്ല തേങ്ങയാണെന്ന് പറഞ്ഞെന്നാൽ എനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അല്ല, ഈ ആ തെങ്ങ കിടക്കുന്നത് മാങ്ങയാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കാനൊന്നും എന്നെ കിട്ടുകയില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ അത് പോയി. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിലേ കാട്ടിലേക്ക് പോയി വേറെ ചില പരിപാടിയായിരുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ് ഒരുപക്ഷെ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത്. അതാണെന്ന രീതിയിൽ അങ്ങനെയാണെന്നൊരു അത് അങ്ങനെ പറയണ്ടേ? അതൊന്നും അല്ലല്ലോ, വേറെയല്ലേ നിങ്ങൾ പറയുന്നത്? എനിക്കറിയത്തില്ല അതേപ്പറ്റിയൊന്നും. അങ്ങനെ ഇതേ മദ്യപാനോ? ഇന്നലെ ഇപ്പോൾ ഞാൻ തൊടുപുഴയിൽ നിന്ന് വരിക. അന്നേരത്തേന് ആരൊക്കെയാണെന്ന് ഇതിലാരേലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അവിടെ കുറേ ആളുകൾ മർത്തോമ ലോഡ്ജിലാണെന്ന് തോന്നുന്നു, മാധ്യമ സുഹൃത്തുക്കളാ. അവിടെ ഡാൻസ് ചെയ്യുക. അതിരുന്നോട്ടെ, ഞാൻ തന്നെ ഇപ്പോൾ അതിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിലെല്ലാം അഭിപ്രായം. അതല്ലേ ഇടയായ കാര്യമല്ലേ ഞാൻ പറഞ്ഞ കയറാൻ പ്രകടിപ്പിച്ചേ. പിന്നെ അല്ല, ഇനി അതിനെപ്പറ്റി ഇനി കൂടുതൽ ചർച്ചയ്ക്ക് ഇനി എൻ്റെ അടുത്ത് വരണ്ട. അത് ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്തു പോയ കാര്യമാണ്. അവർ പറഞ്ഞു ആ പെമ്പിളെ അവരവിടെ ഇരിക്കട്ടെ. അതിന് ഞാൻ എന്നാ വേണം? ഞാനല്ലേ? പിന്നെ അത് ഇരുത്തിയവർ മാപ്പ് പറഞ്ഞ് പിടിച്ചോണ്ട് പോയാൽ മതി. ഇരുത്തിയവരുണ്ട് അവരെ പരിതല്ലേ. അല്ല, അവരവിടെ ഇരുന്നോട്ടെന്ന്. നിങ്ങൾക്ക് വല്ല മുടക്കമുണ്ടോ? നിങ്ങളും കൂടെ ആ കൂടുന്നു. എന്നിട്ട് കൊടുക്കും, ഓരോ ദിവസത്തെയും വാർത്തയൊക്കെ കൊടുത്ത് സംഗതി കൊഴുപ്പിയിരുന്ന് സംഗതി കൊള്ളാം. എന്നെയൊന്നും ഇതിനൊന്നും കിട്ടുകയില്ല. ഞാൻ പറയേണ്ട പൊതുസമൂഹത്തിനോടേ പറയുള്ളൂ. എനിക്ക് അവരുമായിട്ട് തന്നെ ബന്ധം. അവരെ വ്യക്തിപരമായി അറിയാവുന്നവരാണ്. ഞാൻ ആരുടെയും പേര് പോലും പറഞ്ഞിട്ടില്ല. പറയാൻ എനിക്ക് താല്പര്യവുമില്ല. അന്നേരവും ഇല്ല, ഇന്നേരവും ഇല്ല, ഇനിയില്ല. അത് വിട്ടത് കേസ് തന്നെ. അത് സംബന്ധിച്ച ഇല്ലല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിനോട് അങ്ങോട്ട് പോകേണ്ട യാതൊരു കാര്യമില്ല. ഇനി അവിടെ കയറ്റി പിടിപ്പിക്കാൻ നിങ്ങൾ എന്നോട് നോക്കണ്ട. അത് ആളുകൾ ആ തെറ്റിദ്ധാരണ പറയാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അല്ലാതെ പിന്നെ ധാരണ വെക്കുന്നവരങ്ങ് വെച്ചോട്ടെ. അത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ പത്രങ്ങളിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അതിലപ്പുറം ഇനി അത് സംബന്ധിച്ച് ഒന്നും പറയാനില്ല. നിർവ്യാജമായ ഖേദവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്നവരോട് ഞാൻ അവിടെ വന്ന് പറഞ്ഞിട്ടൊന്നും അവരെഴുന്നേക്കേണ്ട യാതൊരു കാര്യമില്ല. അവരെ ഇരുത്തിയവർ അവരുടെ കാര്യം നോക്കട്ടെ. എനിക്കിപ്പോൾ താല്പര്യമൊന്നുമില്ല. ഞാനിട്ട് വരുമൊന്നും നോക്കണ്ട. ഇന്നവിടെ മീറ്റിംഗ് വെച്ചിരുന്നു. പക്ഷേ ബന്ദ് ഹർത്താൽ കാരണം അത് മാറ്റി.
അല്ല ഇന്നലെ വന്ന് അവിടെ ഒരു പ്രസംഗം നിർത്തിക്കളയാവുന്നുണ്ടായിരുന്നു എന്നിട്ടങ്ങ് പോകാമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ ഹർത്താൽ വന്നപ്പോൾ അത് പിന്നെ ഇനി അത് വേണ്ടെന്ന് വെച്ചെന്നാൽ എനിക്ക് തോന്നുന്നത് ഇല്ലയെന്ന് തോന്നുന്നു. 3 മണിയെന്നോ മറ്റോ ഒരു സമയം നിശ്ചയിച്ചിരുന്നു. ഒരു മീറ്റിംഗ് വെച്ച് അവിടെ ഒന്നും നമുക്കൊന്ന് പറഞ്ഞു കളയാമെന്ന് ഓർത്തായിരുന്നു. അത് നിർഭാഗ്യവശാൽ ഹർത്താൽ വന്നതുകൊണ്ട് മുടങ്ങിപ്പോയി. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നെ വിട്, ഞാനൊരു പാവമല്ലേ. മുഖ്യമന്ത്രി വിളിച്ചിട്ട് എന്താ? മുഖ്യമന്ത്രി വിളിച്ചിട്ട് എല്ലാം നിങ്ങളോട് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രി വിളിച്ചിട്ട് അത് തന്നെ പരിശോധിച്ചിട്ടൊരു പിന്നെ ഒരു പ്രസ്താവന കൊടുക്കണം പറഞ്ഞു. അത് പറഞ്ഞതാണ് പാർട്ടി സെക്രട്ടറി അങ്ങനെ തന്നെയാണ് പറഞ്ഞു. എന്നോട് അത് അങ്ങനെ ചോദിക്കണമല്ലോ, അത് ചോദിക്കും, അത് അവരുടെ ധർമ്മമല്ല, അവർ ചോദിക്കും. പ്രശ്നം വരുമ്പോഴും ഇത് ആദ്യത്തെ തവണയല്ല ആശാൻ ഇങ്ങനെ പ്രസംഗിക്കും, അതും കൂടെ ഒരു മുൻവിധിയുടെ കാരണമായി. അത് അങ്ങനെ മുൻവിധി പലർക്കും ഉണ്ടല്ലോ. എനിക്കിപ്പോൾ ഒരു കാര്യമായി, എനിക്കൊരു കുഴപ്പമാണ്, ഈ കണ്ടാൽ പറയാതിരിക്കാൻ തോന്നുന്നതാണ് പ്രശ്നം. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പം ഞാൻ കണ്ടാലും എന്നാലും കണ്ടാലും പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പൊതുപ്രവർത്തനം? അല്ല അതെല്ലാം പോയില്ല, അതെല്ലാം കഴിഞ്ഞെന്നേ ചുമ്മാ ഇനി പുതിയ കേസുണ്ടാക്കാനാ? അത് അല്ല, അതൊക്കെ ഞാൻ അതിനൊക്കെ എല്ലാത്തിനും തക്കതായ കാര്യകാരണങ്ങളുള്ളപ്പോഴാണ് നമ്മളന്ന് പ്രതികരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? മഹിജയുടെ കേസിൽ ഞാൻ പ്രതികരിച്ചത് വളരെ കറക്റ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 10ാം ക്ലാസ്സിൽ പഠിച്ചേച്ച് പിന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? പറ. 1ാം ക്ലാസ്സിൽ പോകേണ്ട കാര്യമുണ്ടോ? ആ ജിഷ്ണുവിൻ്റെ കേസിൽ ഗവൺമെൻറ് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തതാണ്. എല്ലാ കാര്യവും അവർ പറഞ്ഞ പോലെ തന്നെ, തമാശല്ല, എല്ലാം ചെയ്തു. പ്രോസിക്യൂട്ടറെ വെക്കാൻ പറഞ്ഞു, ഉദയഭാനുവിനെ പ്രോസിക്യൂട്ടറായി വെക്കണമെന്ന് പറഞ്ഞു, വെച്ചു. പ്രത്യേക ടീമിനെ വെച്ചു, അന്വേഷണം വെച്ചു. ഒരു പ്രശ്നമാണ്, കൊന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് 302 നിൽക്കത്തില്ല, കൊലക്കേസ് നിൽക്കത്തില്ല, ഒരു നിലയിലും നിൽക്കുകയില്ല നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച്. പിന്നെ അയാളെ പീഡിപ്പിച്ചൊന്നോ ഹരാസ് ചെയ്തു, അതേ തുടർന്ന് മാനസിക വ്യതയിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അതിൽ നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാം വേദനയുള്ളതാണ്. ഒരു കൊച്ച്, മനസ്സിലായില്ലേ? അത് അവരുടെ ഹരാസ്മെൻറ്റും കൊണ്ട് അവർ പറയുന്നത് അങ്ങനെയല്ല, അത് കോപ്പി അടിച്ചോ അത് ഡിവാർ ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട്. അതൊന്നും നമുക്കിപ്പം വിശദീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇതെല്ലാം പറഞ്ഞു. അവിടെ മന്ത്രിസഭയുടെ പ്രതിനിധി പോയി, ടി.പി. രാമകൃഷ്ണൻ. മന്ത്രിസഭ തീരുമാനിച്ചു കുറേ അധികം കാര്യം ചെയ്തതിന് ശേഷം 10 ലക്ഷം രൂപ കൊടുത്തു. 10 ലക്ഷം രൂപ വില മുഴുക്കൊന്നുമല്ല, അവർക്കുണ്ടായ നഷ്ടം വെച്ചു. അതെല്ലാം ഞങ്ങൾ കാണുന്നു. മുഖ്യമന്ത്രി കാണാൻ ആലോചിച്ചപ്പോൾ പ്രതികളെ എല്ലാം പിടിച്ചിട്ട് മുഖ്യമന്ത്രി കാണാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ വേണ്ട നിലയിലൊന്നും അതിനൊരു കമൻ്റ് ഇല്ല. അത് ഈ വരുന്നവർക്കെല്ലാം കൊട്ടാനുള്ള ചെണ്ടയാണല്ലോ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. മനസ്സിലായില്ല? ആരെങ്കിലും പറഞ്ഞോ ആ പ്രതികരണം തീരെ ശരിയായില്ല? പിന്നെ അതും നമ്മൾ പ്രശ്നമല്ല, കാരണം അവർക്കൊരു മാനസികമായ വിഷമമുണ്ടല്ലോ, അതാണ്. അവരതിന് ശേഷം അവിടെ മുഖ്യമന്ത്രിയെ വന്ന് കണ്ടു, മൊമ്മാറണ്ണം കൊടുത്തു. അതെല്ലാം വാങ്ങി ഗവൺമെൻറ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ പ്രശ്നത്തിൽ എന്ന് പറഞ്ഞു. ഇവിടെ ഹൈക്കോടതി കൊടുത്ത മുൻകൂർ ജാമ്യമെല്ലാം അനുവദിച്ചു. അതിനെതിരെ അപ്പീൽ പോകണമെന്ന് പറഞ്ഞു. അറ്റോർണി ജനറലിനെ ഏർപ്പാട് ചെയ്തിട്ട് അതിനെല്ലാം ഏർപ്പാട് ചെയ്തു കൊടുത്തു ഗവൺമെൻറ്. അതിനകത്ത് എ.കെ. ബാലൻ നിയമമന്ത്രി എന്ന നിലയിൽ അദ്ദേഹമാണ് ഇടപെട്ടത്. അതെല്ലാം ചെയ്തു, അതൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് അദ്ദേഹത്തെ പോയി കണ്ട് ഗവൺമെൻറ് നിങ്ങളുടെ കൂടെയുണ്ട്, എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം ഉണ്ട്, സഹായിക്കും എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നെ മനസ്സിലായില്ലേ, ഈ DGPയുടെ അടുത്ത് പോയത് ഈ 10ാം ക്ലാസ്സിൽ പഠിച്ച് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതിലുള്ള പണിയാണ്. അവിടാണ് പ്രശ്നം. അവിടെ ഒരു ആലോചന നടന്നിട്ടുണ്ട്, അല്ലാതെ എന്നാ തുപ്പാക്കി സ്വാമി ആ പോയ കൂട്ടത്തിൽ ഈ ആളുകളെല്ലാം കൂടി എങ്ങനെ പോയി? നിങ്ങളിത് വല്ലതും കണ്ടോ? പറഞ്ഞോ? മിനിമം പത്രധർമ്മം എന്ന് പറഞ്ഞ് ഇതൊക്കെ പറയണമല്ലോ. അവിടെ പോയി 6 പേർക്ക് കാണാൻ DGP അനുമതി കൊടുത്തു. 16 പേര് കയറണമെന്ന് പറഞ്ഞു, 15 പേര്, തുപ്പാക്കി സ്വാമിയും കൂട്ടരും എല്ലാം കൂടെ. അത് പറ്റുകയില്ലെന്ന് പറഞ്ഞു. അതേ തുടർന്നാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അവരെന്നാ ചെയ്തെന്ന് ചോദിച്ചെന്നാൽ ഈ കൂടെ പോയവരെ അറസ്റ്റ് ചെയ്തു പോലീസ്. ആ വനിതേനെ
വനിതാ പോലീസ് വിളിച്ചു കൊണ്ടുപോകാൻ നോക്കി. അവർ അന്നേരത്തിന് അവിടെ കിടന്നു. അവർ പൊക്കിയെടുത്ത് ആശുപത്രിയിലാക്കി. ഇതല്ലേ നടന്ന സംഭവം. യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിക്ക് കൊണ്ട് ഈ പരാതിയെല്ലാം കൊടുത്തു കഴിഞ്ഞ് വീണ്ടും അവിടെ പോയതിൻ്റെ അതിൻ്റെ യുക്തി എന്താ? ഇത് ആരേലും ഈ വിമർശിച്ച ആളുകൾ കണ്ടോ? ഞങ്ങളുടെ കൂടെയുള്ളവരും കണ്ടില്ല, പറയുന്നില്ല, ആരും പറയുന്നില്ല ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എല്ലാ അവസരവും ഉപയോഗിച്ച് ഒന്ന് ഗവൺമെൻറ്റിനെ ചീത്തയാക്കാൻ നോക്കുക, രണ്ട് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നുള്ള പണിയാണ് ഇപ്പം നടക്കുന്നത് എല്ലാ കേസിലും.